ഉണ്ടപ്പൻ ടെക്നിക്ക് അതെന്താ? ഉണ്ടപ്പൻ ടെക്നിക്ക് എന്താണ്? അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ സംസാരത്തിന്റെ ഒരു 30% വരുന്നത് നമ്മൾ ആളുകളോട് ഉണ്ടോ, ഉണ്ടായിരുന്നു, ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ സാറിനോട് ചോദിച്ചു, സാറിന് ഇത് കഴിഞ്ഞിട്ട് വേറെ പ്രോഗ്രാംസ് ഉണ്ടോ, എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ, അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സംസാരത്തിന്റെ 30%. ഇതിന് പൊസഷൻ എന്ന് നമ്മൾ പറയാം. അപ്പൊ ഇത് ചോദിക്കാനുള്ള 3 ടെക്നിക്കുകളാണ് നമ്മൾ ഈ ഉണ്ടപ്പൻ എന്ന് പറയുന്ന ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതൊരു ഉണ്ടപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഈ കഥാപാത്രത്തിന് ഒരു മന്ത്രം കൂടി നമ്മൾ കൊടുക്കുകയാണ്. മന്ത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡുഹ, ഡിഡഹ, വിലഹ. അപ്പൊ ഈ ഉണ്ടപ്പന്റെ 3 മന്ത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഉണ്ടോ, ഉണ്ടായിരുന്നോ, ഉണ്ടാകുമോ എന്ന് ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് മന്ത്രം എടുക്കുക, ഡുഹ. ഡുഹ എന്ന് പറഞ്ഞാൽ ഡു യു ഹാവ്. ഡു യു ഹാവിന്റെ ഷോർട്ടാണ് ഡുഹ എന്നുള്ളത്. അപ്പൊ അത് ആ മന്ത്രം നമ്മൾ പഠിക്കലോട് കൂടി മൈൻഡിൽ നിന്ന് ജന്മത്തിൽ അത് പോരാ. ഡുഹ. ഓക്കെ. അപ്പൊ ഞാൻ സാറോട് ഡു യു ഹാവ് പ്രോഗ്രാം ആഫ്റ്റർ ദിസ് ഇന്റർവ്യൂ ആൻഡ് ഡു യു ഹാവ് any meetings at 5 o'clock today? ആണോ? ഒരിക്കലും നമ്മൾ മറക്കൂല. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള 20 കോഡുകൾ അത് ആകെ പഠിക്കാൻ നമുക്ക് കുറഞ്ഞ സമയം ആവശ്യമുള്ളൂ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്.